ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറ്റാർ വാഴ ജെല്ലാണ്. അപ്പോൾ അതിനാവശ്യം ഞാൻ കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡുള്ള മുള്ള് കളഞ്ഞ് നല്ലോണം കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ പൾപ്പാണ്. പിന്നെ നമുക്കറിയാം പണ്ട് കാലം മുതലേ കറ്റാർ വാഴ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് വളരെ കാലം മുമ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുറിക്കുമ്പോൾ ആ മുറിവ് വരുന്ന ഭാഗം താഴോട്ടാക്കി ഒരു ജാറിലിട്ട് വെച്ച് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ച ശേഷം മാത്രം നമ്മളെടുത്ത് കഴുകി ഉപയോഗിക്കുക. കാര്യം അതിലുള്ള ഒരു മഞ്ഞക്കറ മിക്കവർക്കും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലർക്കാണ് കേട്ടോ, എല്ലാവർക്കും അല്ല. എന്നിട്ട് അത് കഴുകി നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പൾപ്പെടുത്ത് നല്ലോണം മിക്സിയിലോ ബ്ലെൻഡറിലോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ചാണ് കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പയിലൊഴിച്ച് നല്ലോണം അരിച്ചെടുക്കുക. ഈ അരിച്ചെടുക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ നല്ലോണം അരിച്ച ശേഷം അടുത്താണ് നമ്മുടെ പണി. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ അരിക്കലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ക്സാന്തം ഗം പൗഡറാണ്. ഞാനിപ്പോൾ അത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചായിട്ട് നമ്മൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് അലിഞ്ഞ് ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതിൽ എങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചൂടുവെള്ളം ഒന്ന് ചൂടാക്കി നമ്മുടെ പൗഡർ അതിലോട്ടൊന്ന് കലക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചാൽ പെട്ടെന്ന് അതിലൊന്ന് ജോയിൻ്റായി വരും. ഞാൻ പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സാക്കിയ ശേഷം കുറച്ച് നാൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. എന്നാലും കുറച്ച് നാൾ കൂടി ഇരിക്കുമല്ലോ. കാര്യം ഞാൻ കുറച്ചധികം കറ്റാർ വാഴ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കി ഒരു തിള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് ടിന്നിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയത്. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിരുന്നു. ഞാനും യൂസ് ചെയ്യുന്നതാണ്, എൻ്റെ കുട്ടികളും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വളരെ നല്ലൊരു സാധനമാണ്. വീട്ടിലുണ്ടാകുമ്പോൾ ഇത് നമ്മൾ വെറും കറ്റാർ വാഴ മാത്രമാണല്ലോ എടുത്തിട്ടുള്ളത്. നമ്മളതിൽ അങ്ങനെ കെമിക്കൽസോ അങ്ങനെയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഈ ക്സാന്തം പൗഡർ തന്നെ നമ്മൾ ഐസ്ക്രീമിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഐസ്ക്രീം കഴിക്കലല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചേർക്കുന്നതാണ് ഈ ക്സാന്തം ഗം പൗഡർ. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമുള്ളതല്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.